2025 കേരള സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ബിൽ ഞാൻ അവതരിപ്പിക്കുന്നു. കേരളത്തിന്റെ റവന്യൂ രേഖകൾക്ക് ഒരു കൃത്യതയുണ്ടാക്കുന്നതിന് വേണ്ടി കേരളത്തിൽ അവതരിപ്പിക്കപ്പെടേണ്ട ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിലുള്ള ആദ്യത്തെ സെറ്റിൽമെന്റ് ബില്ലാണ് സാർ ഈ ഗവൺമെന്റ് കേരളത്തിലെ പൊതുജനങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്. സാർ 1883 മുതൽ 1811 വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന സബ്ജക്റ്റ് സെറ്റിൽമെന്റുകൾക്ക് ശേഷം ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു സെറ്റിൽമെന്റ് ഉണ്ടായിട്ടില്ല. സാർ 1965 ഒരു റീസർവേ നടപടികൾ ആരംഭിക്കാൻ കേരളം തീരുമാനിക്കുന്നത്. ആ തീരുമാനമെടുക്കുമ്പോൾ എല്ലാ 30 വർഷം കൂടുമ്പോഴും സെറ്റിൽമെന്റ് ഉണ്ടാക്കാവുന്ന തരത്തിൽ റീസർവേ നടപടികൾ കൊണ്ടുവരണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു. സാർ, ഈ ഘട്ടത്തിലാണ് രണ്ടാം പിണറായി സർക്കാർ കേരളത്തിൽ ഒരു ഡിജിറ്റൽ റീസർവേ അനിവാര്യമാണ് എന്ന കാര്യത്തിലേക്ക് പോകുന്നത്. സാർ, 1966 ആരംഭിച്ച റീസർവേ നടപടികൾ 2000 ഞങ്ങൾ പരിശോധിക്കുമ്പോഴും കേവലം 921 വില്ലേജുകളിൽ മാത്രമാണ് നടപ്പിലാക്കാനായത്. ആ ഘട്ടത്തിൽ ഈ ഗവൺമെന്റ് ആരംഭിച്ച ഡിജിറ്റൽ റീസർവേ നടപടികൾ സാർ 2 വർഷക്കാലം പിന്നിടുമ്പോൾ 535 വില്ലേജുകളിൽ സർവേ ആരംഭിക്കുകയും സാർ 342 വില്ലേജുകളിൽ 9-2 പ്രസിദ്ധീകരണം നടത്താൻ കഴിയുകയും ചെയ്തു. സാർ ഇന്നത്തെ കണക്കെടുത്താൽ കേരളത്തിൽ ഈ 2 വർഷക്കാലം കൊണ്ട് അളന്നു പൂർത്തീകരിച്ച ഭൂമി 8,31,167 ഹെക്ടർ ഭൂമിയാണ്. സാർ, കേരളത്തിൽ 60,81,000 ലാൻഡ് പാഴ്സലുകളും കേരളം അളന്നു. സാർ, ഇത് കണക്കാക്കണമെങ്കിൽ കേരളത്തിൽ ആകെയുള്ള ഭൂമി 35 ലക്ഷം ഹെക്ടറാണ്. അതിൽ വനഭൂമി അവകാശപ്പെടുന്ന 8 ലക്ഷം ഹെക്ടർ കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭൂമിയുടെ 1/3 ഈ 2 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ അളന്നു തിട്ടപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള അഭിമാനകരമായ വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. സാർ, ഈ ഘട്ടത്തിലാണ് നമുക്ക് മനസ്സിലാകുന്നത് കോലളവ്, ചങ്ങല, ടേപ്പ് തുടങ്ങിയ പല കൺവെൻഷൻ മെത്തേഡുകളിൽ നിന്ന് ആധുനിക രീതിയിലേക്ക് മാറിയപ്പോൾ ഒരാളുടെ ബൗണ്ടറിക്കുള്ളിൽ തന്നെയുള്ള ഭൂമി അധികമായി കാണുന്ന ഒരു സിറ്റുവേഷൻ കേരളത്തിൽ ഉണ്ടാവുകയാണ്. 60 ലക്ഷം ലാൻഡ് പാഴ്സലുകൾ അളന്നപ്പോൾ 50% ഭൂമിയും ബൗണ്ടറിക്കകത്തുള്ളത് നിലവിലുള്ള ഭൂമിയേക്കാൾ കൂടുതൽ കാണാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. സാർ, റവന്യൂ രേഖകളും സർവേ റെക്കോർഡുകളും ഭൂമിയിൽ ഉടമസ്ഥത സംബന്ധിച്ചിട്ടുള്ള രേഖകളല്ല എന്നും സുപ്രീം കോടതി തന്നെ വെളിവാക്കപ്പെട്ട ഒരു പ്രത്യേകമായ സാഹചര്യമുണ്ട്. സാർ, ഒരു വ്യക്തിക്ക് ഒരു ഭൂമിയിൽ തനിക്കുള്ള അവകാശം മാത്രമേ കൈമാറ്റം ചെയ്യാൻ പാടൂ. ആ ഭൂമിയിലുള്ള ആകെ ഭൂമി കൈമാറ്റം ചെയ്യുമ്പോഴും അയാളുടെ ഓണർഷിപ്പ് മാറണമെങ്കിൽ അയാളുടെ ടൈറ്റിൽ മാറ്റം ഉണ്ടാകണം. സാർ, 10 സെന്റ് ഭൂമിയുള്ള ഒരാൾ അതിർത്തിക്കുള്ളിൽ തന്നെ അളക്കുമ്പോൾ 12 സെന്റ് കണ്ടെത്തിയാൽ ആ 12 സെന്റ് ഭൂമിക്ക് നികുതി അടയ്ക്കാം എന്ന് കേരളത്തിലെ ഗവൺമെന്റ് ഉത്തരവ് പുറത്തിറക്കി. പക്ഷേ നികുതി ഉള്ളത് കൊണ്ട് മാത്രം ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അയാൾക്ക് ലഭ്യമാകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് അധിക വിസ്തീർണത്തിന് ഉടമസ്ഥത ലഭിക്കത്തക്ക വിധത്തിൽ ഒരു സെറ്റിൽമെന്റ് ആക്ട് ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി അവതരിപ്പിക്കണം എന്ന് ഈ ഗവൺമെന്റ് ആലോചിക്കുന്നത്. സാർ, ഡിജിറ്റൽ സർവേയുടെ ഏക്കുറസി മൂലമാണ് വ്യക്തമായ അതിരിനുള്ളിൽ കൂടുതൽ വിസ്തീർണമുണ്ടെന്ന് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത്. സാർ, ഇത്തരത്തിൽ കണ്ടെത്തിയ അധിക വിസ്തീർണത്തിന്റെ ഉടമസ്ഥയുള്ള ഭൂമിയോടൊപ്പം ചേർന്ന് കരമൊടുക്കാൻ അനുവാദം നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. പക്ഷേ സാർ, റവന്യൂ രേഖകളും സർവേ രേഖകളും ഉടമസ്ഥതയ്ക്കുള്ള രേഖയല്ലെന്നും അത് കൈവശത്തിലുള്ള തെളിവ് മാത്രമെന്നും ആണ് നിലവിലുള്ള സെറ്റിൽഡ് പൊസിഷൻ. സാർ, ടൈറ്റിലും കൈവശവും കൂടി ചേരുമ്പോഴാണ് ഉടമസ്ഥത ഉണ്ടാകുന്നത്. ടൈറ്റിലും പൊസഷനും കൂടി ചേർന്നാൽ ഓണർഷിപ്പായി. സാർ, ഇപ്പോൾ ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നത് വ്യക്തമായ അതിർത്തിക്കുള്ളിലുള്ള ഭൂമിക്ക് ഉടമസ്ഥത നൽകാനാണ്. പ്രമാണപ്രകാരമുള്ള വ്യക്തമായ അതിർത്തിക്കുള്ളിൽ അധിക ഭൂമി കാണുന്ന പക്ഷമാണ് ഉടമസ്ഥ രേഖ നൽകുന്നത്. ഒരാധാരത്തിൽ പറഞ്ഞിട്ടുള്ള അതിലെ വിസ്തൃതിയും തമ്മിൽ യോജിക്കാതെ വരുമ്പോൾ ബൗണ്ടറീസ് വിൽ പ്രിവെയിൽ ഓൺ എക്സ്റ്റെൻഡ് എന്ന നിയമമാണ് സാർ ഇവിടെ പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത്. സാർ, പ്രതിപക്ഷം ബഹളമുണ്ടാക്കിയത് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരവകാശവും ഈ ഗവൺമെന്റ് ഇല്ലാതാക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല സാർ, അധിക ഭൂമിയുടെ അവകാശം അവൻ അവകാശപ്പെട്ടതാണ്, അത് വിൽക്കാൻ കഴിയണ്ടേ? ഡിജിറ്റൽ റീസർവേ ഇങ്ങനെ പോകുമ്പോൾ അതിനനുസൃതമായ ഒരു സംവിധാനം ഉണ്ടാകണ്ടേ? സാർ, സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ടിന്റെ ഉദ്ദേശ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ ഇക്കാര്യത്തിലൊരു ഭേദഗതി ആ നിയമത്തിൽ വരുത്തിയിട്ട് കാര്യമില്ല. ആ സാഹചര്യത്തിലാണ് റവന്യൂ നിയമങ്ങളിലുള്ള ഒരു വിടവ് അല്ലെങ്കിൽ ശൂന്യത നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലാക്കുണ ഇല്ലാതിരിക്കാനുള്ള ഒരു നിയമനിർമ്മാണത്തിലേക്ക് തന്നെ സാർ ഈ ഗവൺമെന്റ് പോകുന്നത്. സർക്കാർ ഭൂമി സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ അധിക ഭൂമി ക്രമവൽക്കരിച്ചു നൽകുകയുള്ളൂ എന്ന മുൻകരുതൽ ഈ ആക്ടിന്റെ ഭാഗമായി ഞങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വ്യവഹാരത്തിൽപ്പെടാത്ത
തർക്കരഹിതമായിട്ടുള്ള അതിർത്തിക്കുള്ളിലെ ഭൂമിയാണ് ക്രമവൽക്കരിച്ചു നൽകുന്നത് എന്നതിനാൽ മറ്റൊരു ഉടമയുടെയും ഭൂമി നഷ്ടപ്പെടില്ല എന്ന് ഞങ്ങൾ ഉറപ്പിക്കും. സാർ, കേരളത്തിൽ ആകെയുള്ള ഭൂ ഉടമകളിൽ പകുതിയിലധികം പേർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു വ്യക്തമായിട്ടുള്ള നിയമത്തിന്റെ കരടാണ് സാർ ഈ നിയമസഭയ്ക്ക് മുമ്പിൽ ഭൂപരിഷ്കരണ നിയമം അവതരിപ്പിക്കപ്പെട്ട ഈ നിയമസഭയ്ക്ക് മുമ്പാകെ ഈ ഗവൺമെന്റ് അവതരിപ്പിക്കുന്നത്. സാർ, ഭൂപരിഷ്കരണ നിയമത്തിലൂടെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട കേരള മോഡലിന് ശേഷം ഭൂഭരണത്തിനിതാ കേരളം ഒരു മോഡൽ ഉണ്ടാക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് ഈ സഭയുടെ മുമ്പാകെ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടണം എന്ന പ്രമേയം സാർ ഞാൻ അവതരിപ്പിക്കുന്നു.